മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക്. കേന്ദ്ര ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഖനനാനുമതി നിഷേധിക്കപ്പെട്ട CMRLന് അനുകൂലമായി തീരുമാനങ്ങൾ മാറ്റിയതിലാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ED പിടിച്ചെടുത്ത എക്സലോജിക് CMRL ഇടപാടിന്റെ രേഖകളും SFIO പരിശോധിക്കും. എക്സലോജിക് KSIDC ഇടപാടുകളിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് SFIO അന്വേഷണം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു നീങ്ങുന്നത്. 2019 ആറ്റമിക് ധാതുഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കിയുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇതേ വർഷം CMRLനുള്ള പാട്ടാനുമതി റദ്ദാക്കി. എന്നാൽ പിന്നീട് CMRL നൽകിയ കത്തിൽ വിഷയത്തിൽ അധിക താൽപര്യത്തോടെ ഇടപെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഫയലുകൾ വിളിച്ചു വരുത്തിയതിലും എടുത്ത തീരുമാനങ്ങളിലും SFIO അന്വേഷണമുണ്ട്. എക്സലോജിക് CMRL ഇടപാടുകളിൽ ED പിടിച്ചെടുത്ത രേഖകൾ SFIO പരിശോധിക്കും. ഇതിനൊപ്പം CMRL നിന്നെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എക്സലോജിക്കിന്റെ രേഖകളും പരിശോധിക്കുകയാണ്. KMRLൽ ഓഹരിയുള്ള കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തും SFIO സംഘമെത്തിയിരുന്നു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ 8 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായ അന്വേഷണ അധികാരങ്ങളുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം ഏൽപ്പിച്ചത്. ഈ അന്വേഷണം ചോദ്യം ചെയ്തുള്ള എക്സലോജിക്കിന്റെ ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതി SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. SFIO അന്വേഷണത്തിൽ ആശങ്കയെന്തിനെന്ന് KSIDCയോട് കേരള ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്. കമ്പനികാര്യ നിയമങ്ങളടക്കം ലംഘിച്ചുള്ള ഇടപാടിൽ CMRLും എക്സലോജിക്കും KSIDCയും ഒരുപോലെ ചോദ്യമുനയിലെത്തുകയാണ്. ജനം, കൊച്ചി.